PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള നവോത്ഥാന നായികമാർ. നമുക്ക് ഒത്തിരി പേരെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളെയും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ചില കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന നവോത്ഥാന നായികയാണ് AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മ. അപ്പോൾ AV കുട്ടിമാളു അമ്മ ജനിച്ച വർഷം 1905 ഏപ്രിൽ 23-നാണ്. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കുട്ടിമാളു അമ്മ ജനിച്ച വർഷം ഓർത്തിരിക്കാനായിട്ട് ചെറിയൊരു കണക്ഷൻ പറയാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മൾ കുട്ടി അല്ലെങ്കിൽ കുഞ്ഞ് അല്ലെ, കുട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് നമ്മൾ തീരെ ചെറിയ കുട്ടി എന്ന് പറയുന്നത് അല്ലേ. അതായത് ജനിക്കുമ്പോൾ തൊട്ടിട്ട്, ജനിച്ച കുട്ടികളുടെ വയസ്സ് ഇപ്പോൾ 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 0 മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ തീരെ ചെറിയ കുട്ടി എന്ന് പറയുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേത് 19 ആണ്. ദെൻ 05 കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 0 to 5 വരെയുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ തീരെ ചെറിയ കുട്ടി എന്ന് പറയുക അല്ലേ. അപ്പോൾ 1905 ആ ഒരു രീതിയിൽ കണക്ഷൻ കൊടുത്ത് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ 1905 ഏപ്രിൽ 23-നാണ് AV കുട്ടിമാളു അമ്മ ജനിക്കുന്നത്. കിട്ടിയോ? ഇനി അടുത്ത പോയിന്റ്, 2 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് നിയമലംഘന പ്രസ്ഥാനത്തിന് പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? 2 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് അല്ലേ, 2 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് നിയമലംഘന പ്രസ്ഥാനത്തിന് പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ കുട്ടി എന്നുണ്ട് അല്ലേ, നമ്മൾ കുട്ടി എന്നുള്ള ഒരു കീവേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് തന്നെയല്ലേ. അപ്പോൾ കുട്ടി കുഞ്ഞ് ആ ഒരു കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി കുഞ്ഞ് ആ ഒരു രീതിയിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് മൈൻഡിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ചിത്രങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ കുട്ടി കുഞ്ഞ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 1931 കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. 1931 കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ കുട്ടി എന്ന് പറയുന്ന ഒരു കീവേഡ് എടുത്തതുകൊണ്ട് കുട്ടിയായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ആണല്ലോ വസ്ത്രങ്ങളുടെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുക. നമുക്ക് മുതിർന്നവർക്ക് ഉള്ള കളക്ഷനേക്കാളും ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാവുക ആർക്കാണ്? കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴാണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വസ്ത്രത്തിൽ കളക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് AV കുട്ടിമാളു അമ്മയാണെന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. കുട്ടികൾക്കാണ് വസ്ത്രങ്ങളുടെ കളക്ഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും 2 വർഷം അമരാവതിയിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വനിതയാണ്
AV കുട്ടിമാളു അമ്മ, അത് പഠിച്ചു വെക്കുക കേട്ടോ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും 2 വർഷം അമരാവതിയിലെ പ്രസിഡൻസി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വനിതയാണ് AV കുട്ടിമാളു അമ്മ. അപ്പോൾ ഇത് പഠിക്കുക തന്നെ വേണം. ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് അമരാവതി എന്ന് കേൾക്കുമ്പോഴേക്കും ഓർമ്മ വരുന്ന ഒരാളുണ്ട് അല്ലേ, ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ, C ശങ്കരൻ നായരെ നമുക്ക് ഓർമ്മ വരും. 1897 അമരാവതി സമ്മേളനം. ഓക്കെ, അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുട്ടിമാളു അമ്മയാണെന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. അമരാവതിയിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിക്കുക ചെയ്തത് ആരാണ്? AV കുട്ടിമാളു അമ്മ. എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ നമുക്കറിയാം ശങ്കരൻ നായരെ നമുക്കറിയാം അല്ലേ, C ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പോൾ ആ ശങ്കരൻ്റെ കൂടെ ഒരു കുട്ടി നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പേരൊക്കെയല്ലേ ശങ്കരൻ കുട്ടി എന്നുള്ളത്. അപ്പോൾ ആ ശങ്കരൻ കുട്ടിയിൽ നിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ശങ്കരൻ എന്താണ്? അമരാവതി ശങ്കരൻ, C ശങ്കരൻ കിട്ടിക്കോളും. അതുപോലെ തന്നെ ശങ്കരൻ കുട്ടി എന്നുള്ളതിൽ നിന്നും കുട്ടിമാളു അമ്മയും കൂടെ കണക്ട് ചെയ്യാലോ. ആ ഒരു രീതിയിൽ ആ ഒരു പേര് ഓർത്ത് വെച്ചാൽ, ശങ്കരൻ കുട്ടി എന്നുള്ളൊരു പേര് ഓർത്ത് കഴിഞ്ഞാൽ അമരാവതിയിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിക്കുക ചെയ്തത് കുട്ടിമാളു അമ്മയാണ്. ശങ്കരൻ, ചേറ്റൂർ ശങ്കരൻ നായർ, ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പേര് ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അമരാവതി എന്നുള്ളൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ച വനിതയാണ് AV കുട്ടിമാളു അമ്മ. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ച വനിതയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വലിയ കണക്ഷൻ ഒന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് എക്സാം ടൈമിൽ അതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹിന്റ് പറഞ്ഞുതരാം. ഹിന്ദി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സീൻ ഓർക്കാലോ. ക്ലിയർ ഉണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കിലുക്കം എന്ന് പറയുന്ന സിനിമയിൽ ജഗതി വില്ലന്മാരോട് പറയുന്നൊരു ഡയലോഗാണ്, ഒരു കോമഡി സീനാണ്. വില്ലന്മാർ വന്നിട്ട് മോഹൻലാലിനെ, ജോജിനെ കണ്ടോ എന്ന് അറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാലു അല്ലേ, എനിക്ക് അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജഗതി മാലു എന്ന് പറയുന്ന ആ ഒരു സീനാണിത് അല്ലേ, മാലു എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദിയിലാണല്ലേ അത് പറയുന്നത്. അപ്പോൾ മാലു എന്നുള്ളതിൽ നിന്ന് നമുക്ക് മാളു എന്നൊന്ന് കണക്ട് ചെയ്ത് കിട്ടൂലേ. മാലു എന്ന് പറയുന്നത് ഹിന്ദിയിലാണല്ലേ. അപ്പോൾ മാളു എന്നുള്ളത് ആ ഒരു രീതിയിൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ AV കുട്ടിമാളു അമ്മയാണ് മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ച വനിത അല്ലേ. മുജെ ഹിന്ദി മാലു എന്ന് പറയുന്നുണ്ട് അല്ലേ, ജഗതി പറയുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, നെഹീന്ന് കിട്ടാത്തതുകൊണ്ട് മുജെ ഹിന്ദി മാലു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാലുവിൽ നിന്നും ആ മാളുവിലോട്ട് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച വനിതയാണ് AV കുട്ടിമാളു അമ്മ. മാലുവിലോട്ട് ഒന്ന് എത്താനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, പരീക്ഷ ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ഓർമ്മ വരും. ഓക്കെ, ഷുവർ ആണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. മദ്രാസ് നിയമസഭാംഗമായിട്ടുള്ള ആദ്യ വനിത. മദ്രാസ് നിയമസഭാംഗമായ ആദ്യ വനിതയാണ് AV കുട്ടിമാളു അമ്മ. ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? മദ്രാസ് എന്നുള്ളതിൽ നിന്നും മദ്രസ എന്ന് കിട്ടുമല്ലോ. മദ്രസ എന്ന് പറയുന്ന ഒരു കീവേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടി എന്നുള്ള വേർഡ് വെച്ചിട്ട് തന്നെയാണ് എല്ലാം കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മദ്രാസ് എന്നുള്ളതിൽ നിന്നും മദ്രസ എടുത്തു കഴിഞ്ഞാൽ മദ്രസയിലൊക്കെ പോയി പഠിക്കുന്നത് ആരാണ്? കുട്ടികളല്ലേ. മദ്രസയിൽ പോയി പഠിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. അപ്പോൾ മദ്രാസ് നിയമസഭാംഗമായിട്ടുള്ള ആദ്യ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. മദ്രസയിൽ പോയി പഠിക്കുന്നത് കുട്ടികളാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടിക്കോളും. മദ്രാസ് നിയമസഭാംഗമായിട്ടുള്ള ആദ്യ വനിതയാണ് AV കുട്ടിമാളു അമ്മ. കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് AV കുട്ടിമാളു അമ്മയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം. AV കുട്ടിമാളു അമ്മ എന്ന് പറയുമ്പോൾ അതിലെ കുട്ടി എന്നുള്ള ഒരു കീവേഡ് എടുത്തു കഴിഞ്ഞാൽ, കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച് അല്ലേ 0 മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മൾ തീരെ കുട്ടി എന്ന് പറയാം. അപ്പോൾ 1905 ജനിച്ചതെന്നുള്ളത് കിട്ടിക്കോളും. ദെൻ കുട്ടി, കുഞ്ഞ്, അത് രണ്ടും ഒരേ മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിൽ നിന്ന് നമുക്ക് 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിന് പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയാണ് AV കുട്ടിമാളു അമ്മ എന്നുള്ളത് കിട്ടും. ദെൻ വസ്ത്രശാലകൾ അല്ലേ, കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങളുടെ കളക്ഷൻസ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1931 കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് AV കുട്ടിമാളു അമ്മയാണെന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തത് അമരാവതി സമ്മേളനത്തിലെ ശങ്കരൻ നായരെ ഓർത്തു കഴിഞ്ഞാൽ, ശങ്കരൻ കുട്ടി എന്ന് ഓർത്തു കഴിഞ്ഞാൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും 2 വർഷം അമരാവതിയിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വനിതയാണ് കുട്ടിമാളു അമ്മ എന്നുള്ളത് കിട്ടിക്കോളും. ശങ്കരൻ കുട്ടി എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ അമരാവതിയിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്തത് മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ച വനിത AV കുട്ടിമാളു അമ്മയാണ്. എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്? ഹിന്ദി എന്ന് പറയുമ്പോൾ നമുക്ക് ജഗതിയുടെ അല്ലേ മുജെ മാലു എന്ന് പറയുന്നത് ഓർമ്മ വരും. ആ മാലുവിൽ നിന്ന് നമുക്ക് മാളുവിലോട്ട് എത്തിക്കൂടെ, കുട്ടിമാളു അമ്മയിലോട്ട് എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കാം കേട്ടോ. വലിയ കോഡൊന്നും അല്ല, എങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സാം ടൈമിൽ അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. ഓക്കെ,
അടുത്തത് മദ്രാസ് നിയമസഭാ അംഗമായിട്ടുള്ള ആദ്യ വനിതയാണ്. അതെങ്ങനെയാണ് ഓർത്തത്? മദ്രസ അല്ലെ, മദ്രാസ് എന്ന് പറയുമ്പോൾ മദ്രസയെ ഓർക്കാം. മദ്രസയിൽ പോയി പഠിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. അപ്പൊ AV കുട്ടിമാളു അമ്മയാണ് എന്നുള്ളത് അവിടെ നിന്നും കിട്ടിക്കോളും. ക്ലിയർ? ഇനി അടുത്ത ആള് കേട്ടോ. അപ്പൊ AV കുട്ടിമാളു അമ്മയെ കുറിച്ച് ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ അതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. അടുത്തത് അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് അക്കമ്മ എന്നല്ലേ പറയുന്നേ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു അമ്മ നമുക്ക് കിട്ടും അല്ലേ. അക്കമ്മ എന്നുള്ളതിൽ നിന്ന് നമുക്ക് അമ്മ എന്ന് പറയുന്ന ഒരു കീവേഡിൽ നിന്നാണ് നമ്മൾ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ അക്കമ്മ ചെറിയാൻ എന്നുള്ളതിൽ നിന്നും അമ്മ എന്ന് പറയുന്ന ഒരു കീവേഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ജനനം നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. 1909. അവിടെ നമുക്ക് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അക്കമ്മ ചെറിയാൻ ജനനം 1909 ഫെബ്രുവരി 14. ഇനി ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. ജന്മസ്ഥലം എവിടെയാണ്? അക്കമ്മ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി. അപ്പോൾ അതെങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് അമ്മയാണ് നമ്മുടെ കീവേഡ് അല്ലേ. അപ്പോൾ അമ്മമാരല്ലേ ഈ കുട്ടികളെയൊക്കെ പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കുന്നത്. സ്കൂൾ എന്നുള്ളതിന് പണ്ടുള്ളവരെന്താണ് പറയുക? പള്ളിക്കൂടം എന്നാണ് പറയുക അല്ലേ. പള്ളിക്കൂടം എന്നാണ് പറയുക. അപ്പോൾ അമ്മമാരാണ് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക? പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കുക അല്ലേ. അമ്മമാരാണ് കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ കൊണ്ടുചെന്ന് ആക്കുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പള്ളിക്കൂടം, പള്ളി കിട്ടുമല്ലോ. കാഞ്ഞിരപ്പള്ളിയാണ് ജന്മസ്ഥലം. അക്കമ്മ ചെറിയാൻ കാഞ്ഞിരപ്പള്ളി. എക്സാം ടൈമിൽ എന്തായാലും കിട്ടിക്കോളും. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കാഞ്ഞിരപ്പള്ളി അമ്മമാരാണ് പള്ളിക്കൂടത്തിൽ കൊണ്ടുവന്ന് ആക്കുക എന്നുള്ളത് ഓർക്കുക. അപ്പോൾ കാഞ്ഞിരപ്പള്ളി അക്കമ്മ ചെറിയാൻ ജന്മസ്ഥലം കിട്ടി. ഇനി അടുത്തത് 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് ആര്? അക്കമ്മ ചെറിയാൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുക? ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. അപ്പോൾ ആ ഒരു ഉത്തരവാദ എന്നുള്ളൊരു വേർഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ എടുത്ത കീവേഡ് അമ്മയാണ് അല്ലേ. അപ്പോൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ശരിക്കും പറഞ്ഞാൽ ആരുടെ മേലാണ്? ഒരു അമ്മയുടെ മേലാണ് അല്ലേ. ഒരു അമ്മയാണ് ഒരു കുടുംബത്തെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നോക്കിക്കൊണ്ടു പോകുന്നത് അല്ലേ. അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഒരു അമ്മയ്ക്കാണ് എന്നുള്ള രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കമ്മ ചെറിയാനാണ്. ഓക്കെ, ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാനാണെന്നുള്ളത് കിട്ടിക്കോളും. ഓക്കെ, ഇനി അടുത്തത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അല്ലേ. അപ്പോൾ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളി എന്നുള്ളത് ജന്മസ്ഥലമാണ്. നമ്മൾ പള്ളിക്കൂടം വെച്ച് കണക്ട് ചെയ്ത് അല്ലേ. അത് നമുക്ക് അവിടെ നിന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നുണ്ടല്ലോ. ഇനി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഓർത്തിരിക്കുക? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലോട്ടാണെന്നുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മളിപ്പോൾ മക്കൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അമ്മമാരോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ. ഓക്കെ, കൂടുതൽ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, അമ്മമാരോടായിരിക്കും നമുക്ക് കൂടുതൽ എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ അല്ലേ, നമ്മുടെ അമ്മമാർ പറയുന്നതിൻ്റെ ആ ഒരു വാക്കിനോട് നമുക്ക് ഒരിക്കലും നമ്മൾ എതിര് നിൽക്കില്ല എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അമ്മമാർ പറയുന്നതിനോടൊന്നും മക്കൾ ഒരിക്കലും എതിര് നിൽക്കില്ല എന്നുള്ളത് അല്ലേ, അതിന് എതിര് നിൽക്കില്ല എന്നുള്ളതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിത, ആ ഒരു വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അതൊരു കോഡ് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. അപ്പോൾ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്കാണെന്ന് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മമാരോടായിരിക്കും നമുക്ക് കൂടുതൽ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ തിരുവിതാംകൂർ കിട്ടിക്കോളും. എതിരില്ലാതെ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അമ്മമാർ പറയുന്നതൊന്നും നമ്മൾ എതിർക്കാൻ വേണ്ടി പോകത്തില്ല അല്ലേ. എതിരില്ലാതെ നമ്മൾ സമ്മതിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? അമ്മയെ ഓർക്കുമ്പോൾ നമുക്ക് അക്കമ്മ ചെറിയാൻ എന്ന് കിട്ടിക്കോളും. ഓക്കെ, കിട്ടിയോ? ഇനി അടുത്തത് അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവികാ സംഘം. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘത്തിന്റെ പേരെന്താണ്? ദേശസേവികാ സംഘം. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ സേവിക എന്നുള്ള ഒരു വേർഡ് നമുക്ക് കിട്ടുമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അക്കമ്മ ചെറിയാനിലോട്ട് എത്താം. കാരണം നമ്മുടെ കീവേഡ് എന്താണ്? അമ്മയാണ് അല്ലേ.
നമ്മുടെ അമ്മമാരല്ലേ നമ്മുടെ വീട്ടിലുള്ള മക്കളെ ആയാലും നമ്മുടെ പേരൻസിനെ ആണെങ്കിലും എല്ലാവരെയും സേവിക്കുന്നത് ആരാണ്? നമ്മുടെ അമ്മമാരാണ് അല്ലേ? അപ്പം സേവിക്കുന്നത് അമ്മമാരാണെന്നുള്ള രീതിയിൽ അക്കമ്മ ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം എന്താണ് അറിയപ്പെടുന്നത്? ദേശസേവികാ സംഘം. അപ്പോൾ ദേശസേവികാ സംഘം അക്കമ്മ ചെറിയാനാണെന്ന് എങ്ങനെ കിട്ടും? അമ്മമാരാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും സേവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇനി അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അത് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാനായിട്ട് വലിയ കോഡൊന്നും വേണ്ട, എങ്കിലും നമ്മൾ അമ്മയെ വെച്ച് കണക്ട് ചെയ്തതുകൊണ്ട് മറക്കാതിരിക്കാൻ എങ്ങനെ പറയാം? അമ്മമാരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് ആണ് അല്ലേ? ഒരു സമരം തന്നെയാണ് അമ്മമാരുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് പിക്ചറൊക്കെ കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. അമ്മമാരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സമരം അല്ലേ? യുദ്ധം ചെയ്ത് ഇങ്ങനെ ഓരോ ഭാഗത്ത് ജയിച്ച് പോകുന്ന ഒരു ജീവിതമാണ് അമ്മമാരുടെ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം ഒരു സമരം തന്നെയാണ് അമ്മമാരുടെ. അമ്മ എന്നുള്ളതിൽ നിന്ന് നമുക്ക് അക്കമ്മ ചെറിയാനിലോട്ട് എത്താലോ? ഓക്കെ, അപ്പോൾ ആത്മകഥ ജീവിതം ഒരു സമരം എന്നുള്ളത് അവിടെ നിന്നും കിട്ടിക്കോളും. ഇനി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ ഇവിടെ തെറ്റിപ്പോവാതെ തന്നെ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരോടായിരിക്കും കൂറ് കൂടുതൽ എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണിയാണെന്നുള്ളത് നമുക്ക് തെറ്റിപ്പോവില്ല. ഇനി നമ്മൾ കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്, അത് അടുത്ത ആൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാനാണെന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കണക്ഷൻ കൊടുക്കാം. നമുക്ക് എന്ത് പറഞ്ഞാലും അമ്മമാരോടായിരിക്കും കൂറ് കൂടുതൽ. അപ്പം അമ്മ അക്കമ്മ ചെറിയാൻ, കൂറ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി. കണക്ഷൻ കിട്ടിയോ? ഇനി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന അക്കമ്മ ചെറിയാനെ വിളിച്ചതാരാണ്, വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി ആണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. അതെങ്ങനെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുക? കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നാണ് അല്ലേ? അപ്പം ആർക്ക് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് അമ്മമാരെങ്ങനെയാണ്, ആർക്ക് എന്ത് അപകടം പറ്റിയാലും അമ്മമാർക്കാണല്ലേ പെട്ടെന്ന് നോവുന്നത്. ഓക്കെ, ആർക്ക് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും അമ്മമാർക്കാണ് പെട്ടെന്ന് നോവുന്നത്. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? അക്കമ്മ ചെറിയാനാണ്. ഓക്കെ, ഇനി അക്കമ്മ ചെറിയാൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എക്സാമിന്, 1114 കഥ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കൃതി. ഓക്കെ, അക്കമ്മ ചെറിയാൻ്റെ അല്ല, അക്കമ്മ ചെറിയാൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് 1114 കഥ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുക? 1114 കഥ അക്കമ്മ ചെറിയാൻ്റെ ആണെന്നുള്ളത് എങ്ങനെ ഓർത്തിരിക്കാം? അതായത് ഒരമ്മയ്ക്ക് ഇപ്പം 4 മക്കളുണ്ടെങ്കിലും 4 പേരും ഒരുപോലെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലേ? ബാക്കിയെല്ലാം ഒന്ന് തന്നെയല്ലേ? അപ്പം 4 മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1114 കഥ ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അമ്മമാർക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 ആളും ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ 1114 കഥ അക്കമ്മ ചെറിയാൻ. കണക്ഷൻ കിട്ടുമല്ലോ? ഓക്കെ, ഇനി അടുത്തത് അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെള്ളയമ്പലമാണ്. വെള്ളയമ്പലം. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെള്ളയമ്പലമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? അക്കമ്മ ചെറിയാൻ നമുക്കറിയാം അമ്മയായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. നമ്മുടെ അമ്മമാരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിൽ പോകുന്നതും അതുപോലെ തന്നെ നമുക്ക് വെള്ളമൊക്കെ എടുക്കാൻ പോകുന്നത് അല്ലേ? വീട്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാൻ പോകുന്നത്, നമുക്ക് വേണ്ടി അമ്പലത്തിലോട്ട് പോകുന്നത്, ഇതെല്ലാം ആരാണ്? അമ്മമാരാണ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളവും അമ്പലവും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ അക്കമ്മ ചെറിയാൻ കിട്ടും അല്ലേ? അമ്മ അക്കമ്മ ചെറിയാൻ വെള്ളയമ്പലം പ്രതിമ. ഓക്കെ, കിട്ടി. ഇത്രയുമാണ് നമുക്ക് അക്കമ്മ ചെറിയാനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞാലോ അക്കമ്മ ചെറിയാനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓർത്തതെന്ന് ഒന്നുകൂടെ പറയാം അല്ലേ? അപ്പോൾ അക്കമ്മ ചെറിയാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കീവേഡായിട്ട് എടുക്കേണ്ടത് അമ്മയാണ്. ജനനം 1909 ഫെബ്രുവരി 14. ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളി. എങ്ങനെയാണ് ഓർത്തത്? കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിലോട്ട് അയക്കുന്നത് അമ്മമാരാണ് അല്ലേ? അമ്മയാണ് അക്കമ്മ ചെറിയാൻ എന്ന് കിട്ടി. ദെൻ അടുത്തത് 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിതയാണ്. അപ്പോൾ ഉത്തരവാദം അമ്മമാർക്കാണ്, കുടുംബത്തിൽ ഉത്തരവാദിത്തം കൂടുതൽ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. ദെൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുണ്ടെങ്കിലും നമുക്ക് അമ്മമാരോടായിരിക്കും കൂറ് കൂടുതൽ, അതുപോലെ തന്നെ അമ്മമാർ പറയുന്നവരോടൊന്നും നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് കണക്ട് ചെയ്താൽ നമുക്കത് കിട്ടിക്കോളും. then അടുത്തത് അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവിക സംഘം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ സേവിക്കുന്നത് ആരാണ്? അമ്മയാണ് എന്നുള്ള രീതിയിൽ അക്കമ്മ ചെറിയാൻ കിട്ടുമല്ലോ ദേശസേവിക സംഘം. ദെൻ ആത്മകഥ ജീവിതം ഒരു
സമരം. അമ്മമാരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സമരം തന്നെയാണ് അല്ലേ, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. ദെൻ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമ്മമാരോടായിരിക്കും കൂറ് കൂടുതൽ മക്കൾക്ക് അല്ലേ, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് അല്ലേ, എങ്ങനെയാണ് കണക്ട് ചെയ്തത്? ആർക്ക് എന്ത് പ്രശ്നം വന്നാലും അല്ലേ അമ്മമാർക്കാണ് നോവുന്നത്, അപ്പോൾ അക്കമ്മ ചെറിയാൻ. ദെൻ പ്രധാന കൃതിയാണ് 1114 കഥ. അതെങ്ങനെയാണ് ഓർത്തത്? അമ്മമാർക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 ആളും എങ്ങനെയാണ് ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ അക്കമ്മ ചെറിയാൻ അല്ലെ അമ്മമാർക്ക്. അപ്പം അമ്മ അക്കമ്മ, അക്കമ്മ ചെറിയാൻ. ദെൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലമാണ്. നമ്മൾ പറഞ്ഞു വെള്ളം അല്ലെ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാൻ പോകുന്നതും അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുതുന്നതും എല്ലാമാരാണ് അമ്മയാണ്. അപ്പം അക്കമ്മ ചെറിയാൻ. കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അക്കമ്മ ചെറിയാനെ കുറിച്ച് ഓർത്തിരിക്കുക. അടുത്ത ആളാണ് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ജനനം 1902 കേട്ടോ. 1902 ജൂൺ 6 ആനി മസ്ക്രീൻ ജനിക്കുന്നത്. 1902 ജൂൺ 6 ജനിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ഝാൻസി റാണി. അപ്പോൾ നമ്മൾ നേരത്തെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി പഠിച്ചല്ലേ, ആരാണ്? അക്കമ്മ ചെറിയാനാണ്. നമ്മളെങ്ങനെയാണ് ഇത് ഓർത്തത്? തിരുവിതാംകൂർ അല്ലേ, അമ്മമാരോടാണ് കൂറ് കൂടുതൽ എന്നുള്ള രീതിയിൽ അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി ഓർത്തു. അപ്പോൾ ഇനി കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? ആനി മസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ലോകസഭാ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി വനിതയും ആര് തന്നെയാണ്? ആനി മസ്ക്രീൻ തന്നെയാണ്. ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി വനിത കൂടിയാണ് ആര്? ആനി മസ്ക്രീൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരാളെ ഓർത്താൽ മതി, ആനി മസ്ക്രീൻ. ആനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫിലിം സ്റ്റാർ ആനീനെ ഓർക്കാലോ. ഓക്കെ, അപ്പോൾ ആനീനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? കേരളത്തിൽ ആനിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഫിലിം സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു റാണിയെ പോലെയാണ് അല്ലേ. നമ്മൾ കേരളത്തിലെ ആളുകൾ ഒരു ഫിലിം സ്റ്റാറിനെ കാണുമ്പോൾ നമ്മളൊരു റാണി, രാജകുമാരിനെ കാണുന്നത് പോലെയാണ് നമ്മളവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഝാൻസി റാണി ആനി മസ്ക്രീൻ എന്നുള്ള രീതിയിലൊന്ന് ഓർത്തിരിക്കുക. ദെൻ ലോക്സഭാ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി വനിത. അപ്പോൾ നമുക്ക് ആനീനെ നമ്മൾ എങ്ങനെയാണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കാരണം എന്താണ്? ലോകത്ത് മുഴുവൻ അറിയാനായിട്ട് കാര്യം എന്താണ്? ആനീനെ നമ്മൾ ലോകം മുഴുവനായിട്ട് അറിയാൻ കാര്യം എന്താണ്? ആനീനെ നമ്മൾ ഡെയിലി സ്ക്രീനിൽ കാണുന്നത് കൊണ്ടാണ് അല്ലേ, സ്ക്രീനിൽ കാണുന്നത് കൊണ്ടാണ്. അപ്പം ആനിയെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കൊണ്ടാണ് ലോകം മുഴുവനായിട്ട് അറിയാനായിട്ട് കാര്യം. ഓക്കെ, അപ്പം ലോക്സഭാ മെമ്പറായിട്ടുള്ള ആദ്യ മലയാളി വനിത ആരാണ്? ആനി മസ്ക്രീൻ ആണെന്നുള്ളത് ആ രീതിയിലൊന്ന് കണക്ട് ചെയ്തൂടെ? ആനിയെ നമ്മൾ ലോകം മുഴുവൻ അറിയാൻ കാരണം എന്താണ്? സ്ക്രീനിൽ കാണുന്നത് കൊണ്ടാണ്. ആനി മസ്ക്രീൻ ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി വനിത. പിന്നെ നമ്മൾ പറഞ്ഞു ആനിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു റാണിയെ പോലെയാണ്. എന്തുകൊണ്ടാണ് അല്ലേ? അവരെ സ്ക്രീനിൽ കാണാൻ നമുക്ക് ആ ഒരു രീതിയിൽ കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ ആണ്. അത് ഓർത്തിരിക്കാലോ, ആനീനെ ഓർത്താൽ മതി. എന്നാൽ അടുത്തത് പറവൂർ TK നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിതയാണ് ആനി മസ്ക്രീൻ. പറവൂർ TK നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത് ആനി മസ്ക്രീൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആനി മസ്ക്രീൻ എന്നാണ് അല്ലേ. അപ്പം മസ്ക് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മാസ്കിലോട്ട് എത്താൻ പറ്റുമോ? ആരോഗ്യവും മാസ്കുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുന്ന വകുപ്പ് കൈകാര്യം ചെയ്തത് ആനി മസ്ക്രീൻ ആണെന്ന് കിട്ടും. മസ്ക് മാസ്കുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യം, പറവൂർ TK നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വകുപ്പ് കൈകാര്യം ചെയ്ത ആരാണ്? ആനി മസ്ക്രീൻ ആണ്. ദെൻ വൈദ്യുതി വകുപ്പും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ആനി മസ്ക്രീൻ സ്ക്വയർ വഴുതക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഴുതക്കാടാണ്. അതെങ്ങനെയാണ് നമുക്ക് ഓർത്തിരിക്കാം? ഇവിടെ നമ്മൾ ആനയെ ഓർക്കണ്ട. ആനി എന്നുള്ളതിൽ നമുക്കൊരു ആന എടുക്കാമല്ലോ അല്ലേ. ആനയെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? കാട്ടിലാണ് കാണാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഴുതക്കാടാണ്. ആനയെ കാണാൻ പറ്റുന്നത് കാട്ടിലാണ്. ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഴുതക്കാടാണ്. ഓക്കെ, കണക്ഷൻ കിട്ടിയോ? ഇനി അടുത്തത് വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമയാണ് കേട്ടോ. ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഹമീദ് അൻസാരിയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമയാണ് അല്ലേ. അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഹമീദ് അൻസാരിയാണ് അല്ലേ. അപ്പോൾ ഈ അൻസാരി എന്നുള്ളതിൽ നിന്ന് ഒരു അരി എടുക്കാൻ വേണ്ടി പറ്റുമോ? അരിയൊക്കെ നമ്മൾ എവിടെയാണ് വേവിക്കുക? കലത്തിലിട്ടിട്ടാണ് വേവിക്കുക അല്ലേ. അപ്പോൾ വെങ്കല പ്രതിമ, ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഹമീദ്
ഏത് അൻസാരിയാണ്. അരിയൊക്കെ കലത്തിലിട്ടിട്ടാണ് വേവിക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് പറയുവാണേ. എക്സാം ടൈമിൽ നിങ്ങൾക്ക് പ്രയോജനമാവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കണക്ഷൻസ് പറയുവാണ്. കിട്ടുന്നുള്ളവർ മാത്രം ഇത് ഉപയോഗിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ പഠിക്കുന്ന പോലെ പഠിക്കുക. ഓക്കെ. ഇനി ആനി മസ്ക്രീൻ അന്തരിച്ചത് 1963 ജൂലൈ 19-നാണ്. അതുകൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ആനി മസ്ക്രീനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടെ പറഞ്ഞാലോ. ആനി മസ്ക്രീനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ജനനം 1902 ജൂൺ 6-നാണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി വനിത. എങ്ങനെയാണ് നമ്മൾ ഓർത്തത്? ഇവിടെ നമ്മൾ ഓർത്തത് ഫിലിം സ്റ്റാർ ആനിയാണ് നമ്മൾ ഓർത്തത് അല്ലെ. ആക്ട്രസ് ആയിട്ടുള്ള ആനിയെ ഓർത്തു. ആനിയെ നമ്മൾ കേരളത്തിന്റെ ഒരു റാണിയായിട്ടൊക്കെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് നോക്കാം. ദെൻ ലോകം മുഴുവൻ ആനിയെ അറിയാനായിട്ട് കാര്യം എന്താണ്? ആനിയെ നമ്മൾ ഇന്ന് സ്ക്രീനിൽ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ ആനി മസ്ക്രീൻ ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി വനിതയാണ് എന്നുള്ള രീതിയിൽ ഓർക്കാം. പറവൂർ ടി കെ നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിത ആനി മസ്ക്രീൻ ആണ്. ആരോഗ്യം മസ്ക്രീൻ മാസ്കുമായിട്ടൊന്ന് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ആരോഗ്യം എന്ന് പറയുന്ന വകുപ്പ് കിട്ടി. ദെൻ ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ്. ആനയെ കാണപ്പെടുന്നത് കാട്ടിലാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ദെൻ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹമീദ് അൻസാരിയാണ്. അൻസാരീസ്. അരി എന്നുള്ളതൊക്കെ അരി കലത്തിലിട്ടാണ് നമ്മൾ വേവിക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. അന്തരിച്ച വർഷം 1963 ജൂലൈ 19-നാണ്. ഓക്കെ. അടുത്തത് ആര്യാപള്ളമാണ്. ആര്യാപള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ ജനനം 1908 ആണ് കേട്ടോ. 1908 ആണ്. അപ്പോൾ ഈ വർഷം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആര്യപള്ളം എന്ന് പറയുന്നതിൽ നമ്മളൊരു കീവേഡ് എടുക്കുന്നത് പള്ളം എന്നുള്ളത് നമ്മൾ കള്ളവുമായിട്ടാണ് ഒന്ന് കണക്ട് ചെയ്യുന്നത് കേട്ടോ. കള്ളം പള്ളം ഒരുപോലെ ഇല്ലേ പറയുമ്പോൾ. അപ്പോൾ ആര്യപള്ളത്തെ നമ്മൾ കള്ളവുമായിട്ടാണ് ഒന്ന് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കള്ളം പറയുന്നവർക്ക് എന്ത് കിട്ടും? 8ന്റെ പണി കിട്ടും അല്ലേ. അപ്പോൾ 1908-ലാണ് ആര്യപള്ളം ജനിച്ചത്. കള്ളം പറയുന്നവർക്ക് എന്ത് കിട്ടും? 8ന്റെ പണി കിട്ടും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ 1908-ലാണ് ജനിച്ചത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ആര്യപള്ളമാണ്. അപ്പോൾ നമ്മൾ മൊത്തം ആര്യപള്ളത്തെക്കുറിച്ച് പറയുന്ന എല്ലാം കള്ളവുമായിട്ട് ജസ്റ്റ് റിലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 8ന്റെ പണി കിട്ടും എന്നുള്ളതിൽ നിന്നും കള്ളം പറയുന്നവർക്ക് 8ന്റെ പണി കിട്ടും. അപ്പോൾ ആര്യപള്ളം കിട്ടി 1908. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ആര്യപള്ളമാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഓർക്കുക? സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പറയും കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ഇങ്ങനെ നുണകളുടെ അല്ലെ കള്ളം പറച്ചിലിൻ്റെ ഒരു ഘോഷയാത്രയായിരിക്കും അല്ലെ. പരദൂഷണം അങ്ങനെ കുശുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട് അല്ലേ. അപ്പോൾ സ്ത്രീകളുടെ ജാഥയാണ്. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് സ്ത്രീകൾ കൂടുമ്പോൾ എന്തുണ്ടാവും? അവിടെ കള്ളം പറച്ചിലുണ്ടാവും. അപ്പോൾ ആര്യപള്ളവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇനി സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ട് അന്തപുരം മർദ്ദനനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആര്യപള്ളമാണ്. ഓക്കെ. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്താണ്? അന്തപുരം മർദ്ദനനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആര്യപള്ളമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഓർക്കാൻ പറ്റുക? നമ്മൾ പറഞ്ഞു കള്ളവുമായിട്ടല്ലേ നമ്മൾ റിലേറ്റ് ചെയ്തത്. അപ്പോൾ അന്തപുരത്തിലുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ പുരുഷന്മാർ തമ്മിൽ എന്താണ്? ഭയങ്കരമായിട്ട് മർദ്ദനമൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അല്ലേ. മർദ്ദനങ്ങൾ സ്ത്രീകൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അവർ പരസ്പരം അടിക്കും അല്ലേ, മർദ്ദിക്കുകയൊക്കെ ചെയ്യാറില്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അന്തപുരത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദനമൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അന്തപുരം മർദ്ദനനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത്. ഓക്കെ. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ട് അന്തപുരം മർദ്ദനനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആര്യപള്ളമാണ്. ആര്യപള്ളം. അടുത്തത് കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? ആര്യപള്ളമാണ്. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഇതേ കള്ളം കൊണ്ട് തന്നെ നമുക്ക് കള്ളം കുറേ അധികം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാതൊക്കെ അങ്ങ് മുറിഞ്ഞു പോകുന്ന പോലെ തോന്നും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ കാത് മുറിയുന്ന തരത്തിൽ കള്ളം പറയുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ കാത് മുറിഞ്ഞു പോകും നമുക്കിങ്ങനെ കള്ളങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ആര്യപള്ളം കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കള്ളവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് കല്ലുമാല സമരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നവോത്ഥാന നായിക ആരാണ്? ആര്യപള്ളമാണ്. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? നമുക്കറിയാം നമ്മൾ ചിലവരെ നുണ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും കല്ല് വെച്ച നുണ പറയുകയാണെന്നല്ലേ. അപ്പോൾ കല്ല് വെച്ച കള്ളങ്ങളാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ കല്ലുമാല സമരം ഓർത്തിരിക്കാലോ. കല്ല് വെച്ച കള്ളം, കല്ല് വെച്ച നുണ എന്ന് പറയും. അപ്പോൾ കല്ല് വെച്ച കള്ളം പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ കല്ലുമാല സമരം ആര്യപള്ളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് പഠിക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത്? ആര്യപള്ളവുമായിട്ട്. അപ്പോൾ പള്ളം എന്നുള്ളതിൽ നിന്ന് നമുക്ക് കള്ളവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാം.
കള്ളം പറയുന്നവർക്ക് 8ന്റെ പണി കിട്ടും എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ ജനനം 1908. ദെൻ സ്ത്രീകൾ ചേർന്ന് കഴിഞ്ഞാൽ വെറും കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യവള്ളമാണ്. ദെൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായിട്ട് അന്തപുരം മർദ്ദനനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്യവള്ളമാണ്. അപ്പോൾ അന്തപുരത്തിലുള്ള സ്ത്രീകൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദനം ഏൽക്കും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. ദെൻ കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്താണ്? കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ കാത് മുറിഞ്ഞു പോണ പോലെ തോന്നും എന്നുള്ള രീതിയിൽ കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യവള്ളമാണ്. ദെൻ കല്ല് വെച്ച കള്ളങ്ങൾ പറയുക എന്നുള്ള രീതിയിൽ കല്ലുമാല സമരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആരാണ്? ആര്യവള്ളമാണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ പള്ളം കള്ളവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് കെ ദേവയാനിയാണ്. കെ ദേവയാനി കരിവെള്ളൂർ സമരത്തിലെ പ്രധാന വനിതാ നേതാവാണ് ആര്? ദേവയാനി. കെ ദേവയാനി കരിവെള്ളൂർ സമരത്തിലെ പ്രധാന വനിതാ നേതാവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഓർക്കാൻ പറ്റുക? ഇവിടെ കരിവെള്ളൂർ എന്ന് പറയുന്നതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കരിയും കിട്ടും വെള്ളൂരും കിട്ടും അല്ലേ? കരി എന്ന് പറയുമ്പോൾ എന്താണ്? കറുപ്പ് നിറമാണ്. വെള്ളൂർ എന്നുള്ളതിൽ നിന്നും ഒരു വെള്ള നിറം കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ കറുത്ത നിറത്തിലുള്ള ഒരു എന്താണ് മൃഗമാണ് ആനി. ഓക്കെ, ദേവയാനി എന്നുള്ളതിൽ നിന്നും ദേവയാന ആന ഒന്ന് കിട്ടും. കരി കറുത്ത നിറമുള്ളത് ആനയാണ്. ദെൻ വെള്ള നിറത്തിലുള്ളത് ആരാണ്? ദേവ എന്നുള്ളതിൽ നിന്നും ദേവി കിട്ടില്ലേ? ദൈവങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല വെള്ള നിറത്തിലുള്ള ആളുകളാണ് എന്നുള്ളൊരു രീതിയിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയാണ് കേട്ടോ. അപ്പോൾ കറുത്ത നിറത്തിലെ ആനയും വെള്ള നിറത്തിലുള്ള ദേവി രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ്? ദേവയാനി. ആ ഒരു രണ്ടും കൂടെ കണക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ കരിവെള്ളൂർ സമരത്തിലെ പ്രധാന വനിതാ നേതാവാണ് കെ ദേവയാനി എന്നൊരു ചെറിയ കണക്ഷൻ കിട്ടത്തില്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ആത്മകഥ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ഓക്കെ, കെ ദേവയാനിയുടെ ആത്മകഥ എന്താണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ദേവിയെ പറഞ്ഞല്ലേ? ദേവിയും ആനയും കൂടെ ചേരുമ്പോഴാണ് കരിവെള്ളൂർ സമരം നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ ദേവിയെ നമ്മൾ എടുത്തതുകൊണ്ട് തന്നെ ആത്മകഥ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോരയും അല്ലേ? ചോരയൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക? നമുക്ക് ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ ചോര വരും. അതുപോലെ തന്നെ കണ്ണീര് അല്ലേ? നമുക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് കണ്ണീര് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ്? ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ദേവയാനി ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ദേവയാനി. കെ ദേവയാനിയുടെ ആത്മകഥയാണ്. അപ്പോൾ ചോര കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കണ്ണീര് വരുമ്പോൾ നമ്മൾ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ കെ ദേവയാനി. ഓക്കെ, കിട്ടിയോ? അപ്പോൾ കരിവെള്ളൂർ സമരം ഈ 2 പോയിന്റാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കരിവെള്ളൂർ, കരി എന്ന് പറയുമ്പോൾ കറുപ്പ്, ആനയായിട്ട് കണക്ട് ചെയ്യുക. വെള്ള എന്ന് പറയുമ്പോൾ വെളുപ്പ്, ദേവിയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ കരിവെള്ളൂർ സമരത്തിലെ പ്രധാന വനിതാ നേതാവ് കെ ദേവയാനി കിട്ടി. ആത്മകഥ ഓർക്കാൻ വേണ്ടിയിട്ട് എന്താണ്? നമ്മൾ ചോര കണ്ടാലോ അല്ലെങ്കിൽ കണ്ണീര് വന്നാലൊക്കെ നമ്മൾ ദേവിയെ എന്താണ് പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിൽ കെ ദേവയാനി കിട്ടും. ഓക്കെ, അടുത്തത് തോട്ടക്കാട് മാധവിയമ്മ. തോട്ടക്കാട് മാധവിയമ്മ. ആദ്യത്തെ പോയിന്റ് 1929 ആദ്യ NSS വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷയാണ് തോട്ടക്കാട് മാധവിയമ്മ കേട്ടോ. NSS വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷയാണ്. 1929 ആദ്യ NSS വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരാണ്? തോട്ടക്കാട് മാധവിയമ്മയാണ്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? NSS എന്ന് പറയുമ്പോൾ NSS ഒക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ NSSൽ ചേർന്നവർക്ക് അറിയാം. NSSലെ പ്രധാനപ്പെട്ട നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വർക്കുകളൊക്കെ എന്തൊക്കെയാണ്? ഏതെങ്കിലുമൊക്കെ കാടോ മേടോ ഒക്കെ ചെത്തി അല്ലെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? പുൽമേടൊക്കെ പോയി ചെത്തി വൃത്തിയാക്കുന്ന NSS സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? തോട്ടവും കാടുകളൊക്കെ വൃത്തിയാക്കുന്ന ആരാണ്? NSSലെ പിള്ളേരാണെന്നുള്ള രീതിയിൽ തോട്ടക്കാട് മാധവിയമ്മ 1929 ആദ്യ NSS വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ എന്ന് കിട്ടുമല്ലോ. NSS തോട്ടവും കാടും ഒക്കെ വൃത്തിയാക്കുന്നത് NSS പിള്ളേരാണെന്നുള്ള ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുവാണേ. ഓക്കെ, അടുത്തത് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ വനിതയാണ്. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ എന്നുള്ളത്. അപ്പോൾ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് തോട്ടക്കാട് മാധവി അമ്മ എന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ട്. ഇവിടെ കൊച്ചി ലെജിസ്ലേറ്റീവ് ഉണ്ട് അല്ലേ? കൊച്ചി എന്നുള്ളതിൽ നിന്ന് കൊച്ച് എന്നുള്ളതൊന്നും എടുത്തു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ആരോടായിരിക്കും? അമ്മയോടായിരിക്കും അല്ലേ? അമ്മയോടായിരിക്കും. ജസ്റ്റ് ഒന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കുക കേട്ടോ. തോട്ടക്കാട് മാധവിയമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ വനിതയാണ് എന്നുള്ളത് കിട്ടുമെന്നൊന്ന് നോക്കുക. ഇനി തോട്ടക്കാട് മാധവിയമ്മയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഹേമപഞ്ചരം, തത്വചിന്ത. അത് നിങ്ങൾ പഠിക്കുന്നേ വേണം കേട്ടോ. ഹേമപഞ്ചരം, തത്വചിന്ത. ദെൻ അടുത്തത് ലക്ഷ്മി എൻ മേനോനാണ്. അടുത്ത നവോത്ഥാന നായിക ആരാണ്? ലക്ഷ്മി എൻ മേനോൻ.
രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോനാണ്. ബീഹാറിൽ നിന്നാണ് രാജ്യസഭാ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, രാജ്യസഭാ മെമ്പറായിട്ട് ഉള്ള ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ എന്ന് പറയുന്നത്. ഇന്ത്യ പ്രൊഹിബിഷൻ കൗൺസിൽ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച കേരളീയ വനിത കൂടിയാണ് ലക്ഷ്മി എൻ മേനോൻ. ഓക്കെ, ലക്ഷ്മി എൻ മേനോൻ. അപ്പോൾ ഇവിടെ ഓർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല, വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം. ഇവിടെ പ്രൊഹിബിഷൻ എന്നുണ്ടല്ലേ, പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിരോധിക്കുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിലോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്മി ദേവിയാണ് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിലൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യ പ്രൊഹിബിഷൻ കൗൺസിൽ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ച കേരളീയ വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത എന്നുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല, അത് പഠിച്ചു വയ്ക്കാം. പിന്നെ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ രാജ്യസഭാ മെമ്പർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം മാറി ഭാരതി ഉദയഭാനു ആണ് കേട്ടോ. ഇവിടെ രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിതയാണ്. ബീഹാറിൽ നിന്നുമാണ് രാജ്യസഭാ മെമ്പർ ആവുന്നത്. കേരളത്തിൽ നിന്നും ആദ്യ വനിതാ രാജ്യസഭാ മെമ്പർ ആയത് ആരാണ്? ഭാരതി ഉദയഭാനു ആണ്. ഭാരതി ഉദയഭാനു. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അടുത്തത് മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ചാണ്. കേരളത്തിലെ ആദ്യ വനിതാ സർജനാണ് മേരി പുന്നൻ ലൂക്കോസ്. കേരളത്തിലെ ആദ്യ വനിതാ സർജനാണ്. ഇന്ത്യയിലെ ആദ്യ സർജൻ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മേരി പുന്നൻ ലൂക്കോസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജനാണ്. ഇന്ത്യയിലെ ആദ്യ സർജൻ ജനറൽ ആണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? സർജൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ശസ്ത്രക്രിയയൊക്കെ നടത്തുന്ന ആളാണ് അല്ലേ സർജൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശസ്ത്രക്രിയയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരും അല്ലേ, ഗ്ലൂക്കോസ്. അപ്പോൾ ലൂക്കോസ് എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ ആവശ്യം വരും? ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരും. അപ്പോൾ മേരി പുന്നൻ ലൂക്കോസ് കേരളത്തിലെ ആദ്യ വനിതാ സർജൻ. സർജറി കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരുന്ന ഓർത്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കോളും. അടുത്തത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ വനിത. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി തിരുവനന്തപുരത്ത് റേഡിയം സാനിറ്റേഷൻ സ്ഥാപിച്ചത് ആരാണ്? മേരി പുന്നൻ ലൂക്കോസ് ആണ്. തിരുവനന്തപുരത്ത് റേഡിയം സാനിറ്റേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്ന ഈ മേരിയിൽ തുടങ്ങുന്ന നമ്മളൊരു ഫിലിം ഇപ്പോൾ പുതിയതായിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മേരി ആവാസ് സുനു അല്ലെ. മേരി ആവാസ് സുനു, ജയസൂര്യ മഞ്ജു വാര്യരൊക്കെ ചേർന്ന് അഭിനയിച്ച മേരി ആവാസ് സുനു. അപ്പോൾ അതിൽ ജയസൂര്യ എങ്ങനെയാണ് ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്? ഒരു റേഡിയോ ജോക്കിയാണ് അല്ലെ, ഒരു RJ ആയിട്ടുള്ള ഒരു മൂവിയാണ് മേരി ആവാസ് സുനു. അപ്പോൾ റേഡിയം എന്നുള്ളതാണ്, ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. RJ ആയിട്ടാണ് അല്ലേ. അപ്പോൾ റേഡിയോ ജോക്കി ആയിട്ടാണ് അവിടെ എന്താണ് ജയസൂര്യ വേഷമിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റേഡിയോ, അതുപോലെ തന്നെ മേരി ആവാസ് സുനു എന്നാണല്ലോ ഫിലിമിൻ്റെ പേര്. അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മേരി പുന്നൻ ലൂക്കോസ് റേഡിയം സാനിറ്റേഷൻ സ്ഥാപിച്ചു എന്നുള്ളത് കണക്ഷൻ കിട്ടത്തില്ലേ. ഓക്കെ, അടുത്തത് നോക്കാം. തോൽവിറക് സമരനായിക. തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് കാർത്യായനിയാണ്. തോൽവിറക് സമരനായിക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്യായനിയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്കിങ്ങനെ ഓർത്തിരിക്കാം, വിറക് എന്ന് പറയുന്നത് എന്തിനാണ്? കത്തിക്കാനാണ് അല്ലേ, കത്തിക്കാൻ. അവിടെ നിന്നും കാർത്യായനിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല, എങ്കിലും അത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓർക്കാം? കാർത്യായനി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ക്യാരക്ടറിന് ഓർമ്മ വരും. കാർത്തികേയൻ എന്നുള്ളൊരു ക്യാരക്ടർ കിട്ടും. മോഹൻലാലിൻ്റെ രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിലൊരു ക്യാരക്ടറാണ് കാർത്തികേയൻ അല്ലേ. കാർത്തികേയൻ എന്ന് പറയുമ്പോൾ മോഹൻലാൽ എപ്പോഴും എങ്ങനെയാണ്? ഒരു തോളൊക്കെ ചരിച്ചിട്ടല്ലേ, തോള് ചരിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ തോൽവിറക് എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ തോള് എന്ന് എടുക്കാം. തോള് ചരിച്ചിട്ട് മോഹൻലാൽ ചെയ്തൊരു ക്യാരക്ടറാണ് എന്താണ്? കാർത്തികേയൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു കണക്ഷൻ കൊടുത്ത് നോക്കുക. തോൽവിറക് സമരനായിക ആരാണ്? കാർത്യായനിയാണ്. കാർത്യായനി കിട്ടുമോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഇനി അടുത്തത് മേച്ചിൽപുല്ല് സമരനായികയാണ്. മേച്ചിൽപുല്ല് സമരനായിക കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. മേച്ചിൽപുല്ല് സമരനായിക ആരാണ്? കണ്ടകൈ കുഞ്ഞാക്കമ്മ. അതെങ്ങനെയാണ് ഓർത്തിരിക്കുക? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പുല്ല് അല്ലേ, മേച്ചിൽ പുല്ല്. പുല്ല് എവിടെയാണ് ഉണ്ടാവുക? കണ്ടത്തൊക്കെയാണ് ഉണ്ടാവുക. നമ്മൾ കണ്ടത്ത് കൈ കൊണ്ടാണ് പറിക്കുന്നത് ആരാണ്? അമ്മമാരാണ് അല്ലേ. അമ്മമാരാണ് കണ്ടത്ത് കൈ കൊണ്ട് പുല്ലൊക്കെ പറിക്കുന്നത് എന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. മേച്ചിൽ പുല്ല് സമരനായിക ആരാണ്? കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. ഓക്കെ, അപ്പോൾ തോൽവിറക് സമരനായിക കാർത്യായനി, മേച്ചിൽ പുല്ല് സമരനായിക കണ്ടകൈ കുഞ്ഞാക്കമ്മ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള നവോത്ഥാന നായികമാർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാവരെയും കുറിച്ചും ചെറിയ ചെറിയ കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ PDF ഞാൻ വേണമെങ്കിൽ ടെലഗ്രാമിൽ ഇട്ട് തരാം. അപ്പോൾ ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നവരുള്ളവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്